നമ്മൾ മലയാളികളുടെ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപിനെ നായകനാക്കിയിട്ട് ഉടൽ എന്ന സിനിമ എടുത്ത രതീഷ് രഘുനന്ദൻ കഥ എഴുതി സംവിധാനം ചെയ്ത തങ്കമണി എന്ന സിനിമ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. സിനിമയുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ദിലീപിന്റെ സിനിമ എത്രത്തോളം മികച്ച സിനിമകളാണെങ്കിലും കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ആദ്യ ദിനങ്ങളിൽ വലിയ രീതിയിൽ നെഗറ്റീവ് റിവ്യൂസ്, അതുപോലെ തന്നെ ഡീഗ്രേഡിങ്, അദ്ദേഹത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. ദിലീപ് എന്ന നടനെ ഇത്രയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ, അതായത് ഒന്നോ രണ്ടോ ആളുകളല്ല, ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഒരു നടിയെ ആക്രമിച്ച കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതിയാണ്. പ്രതി മാത്രമാണ്. കോടതി ഇന്നേ വരെ അദ്ദേഹം ഒരു കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പോസിറ്റീവ് റിവ്യൂസ് വന്നാൽ പോലും മാക്സിമം ആളുകൾ അത് ഡീഗ്രേഡ് ചെയ്യാണ്. അതായത് ആളുകൾ ഇഷ്ടപ്പെട്ട സിനിമകൾ പോലും മോശമായിട്ടാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. അത് ദിലീപ് എന്ന നടനെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലവാരം കുറച്ച് താഴ്ത്തണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ തങ്കമണി എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി ഒരു 7 മണി 8 മണി സമയത്ത് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ടിക്കറ്റ് കൊടുക്കില്ല, ആള് തികഞ്ഞിട്ടില്ല, ആള് തികഞ്ഞാൽ മാത്രമേ ഷോ ഇടുള്ളൂ, അതുകൊണ്ട് രാവിലെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു. എന്റെ നാട്ടിലത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ദിലീപിന്റെ അവസ്ഥയാണത്. സാധാരണ യുവതാരങ്ങളുടെ സിനിമകൾ പോലും തലേ ദിവസം നമുക്ക് ടിക്കറ്റ് കിട്ടാറുള്ളതാണ്. ഇങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം ഇത്രയും വലിയൊരു ബാനറിൽ ഇത്രയും വലിയ ആകാംക്ഷയോടും പ്രതീക്ഷയോടും വരുന്ന ഒരു ഹൈപ്പുള്ള മലയാള ചിത്രത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ദിലീപിന്റെ സിനിമകൾ കാണണ്ട എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഒരു കൂട്ടം ആളുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിലീപിന്റെ സിനിമകൾ കാണാൻ പോകുന്നവരെ മുടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ വിചാരിച്ചു ഈ ഒരു ടിക്കറ്റ് ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിരിക്കും. ഒരു ദിലീപിന്റെ സിനിമയാണ് എന്നതിലുപരി ഒരു കേരളത്തിൽ നടന്ന ഒരു സംഭവം നമുക്ക് മുന്നിൽ എത്തിയാണ്. അങ്ങനെയുള്ള സിനിമകളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ്. 2018 അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ മലയാളികൾ എത്രത്തോളം ഏറ്റെടുത്തുള്ള സിനിമകളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് പോലും ഈ ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം നല്ലതാണെന്ന് പറയുക. റിവ്യൂ പറയുന്ന ആളുകളോട് കൂടിയിട്ടാണ് പറയുന്നത്. എത്രത്തോളം ആളുകൾ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും നല്ല സിനിമ എന്ന് പറയുക, ചീത്ത സിനിമയാണെങ്കിൽ ചീത്ത സിനിമ എന്ന് വേണം പറയാൻ. അതിൽ പക്ഷഭേദമൊന്നും കാണിക്കരുത്. നടനെ ഇഷ്ടപ്പെട്ടിട്ടോ നടനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ഒന്നും തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. കാരണം ഇത്രയും വലിയൊരു സിനിമ, ഇത്രയും വലിയൊരു കഥ, നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവം നമുക്ക് മുന്നിൽ ഒരു സിനിമയാക്കി ഇതിന്റെ അണിയറ പ്രവർത്തകർ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മളത് സന്തോഷപൂർവ്വം നല്ലതാണെങ്കിൽ സ്വീകരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് തട്ടിക്കളയണം. പിന്നെ സിനിമയ്ക്ക് നല്ല അഭിപ്രായം വന്നാൽ പോലും ഡീഗ്രേഡിങ് നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. ജനപ്രിയ നായകനായതുകൊണ്ട് പറയാണ്, ദിലീപിന്റെ പേരായതുകൊണ്ട് പറയാണ്. വേറെ നായകനാണെങ്കിൽ ഇങ്ങനെയുള്ള ഡീഗ്രേഡിങ് കാര്യങ്ങളൊന്നും ഈ സിനിമയ്ക്ക് ഉണ്ടാവില്ല. ദിലീപ് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. നിങ്ങൾ റിവ്യൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ജെന്യുവൻ റിവ്യൂസ് പറയുന്ന ആളുകളുടെ റിവ്യൂസ് കാണുക. അല്ലാത്തവരുടെ റിവ്യൂസ് കണ്ടിട്ട് നിങ്ങൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്. കാരണം ഈ ഒരു സിനിമയ്ക്ക് മാത്രമല്ല, ഒട്ടുമിക്ക സിനിമകൾക്കും റിവ്യൂസ് കണ്ടിട്ട് മാത്രമേ ഇപ്പോൾ ആളുകൾ ടിക്കറ്റ് എടുക്കുന്നുള്ളൂ. നല്ല സിനിമയാണെങ്കിൽ കത്തി കയറും എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷെ ഈ ഒരു സിനിമ ദിലീപിന്റെ പടമായതുകൊണ്ട് നമുക്ക് എത്രത്തോളം ഡീഗ്രേഡിങ് ഈ ഒരു സിനിമയ്ക്ക് വരുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ, റിവ്യൂ കണ്ടു പോകുന്നവരാണെങ്കിൽ യഥാർത്ഥ റിവ്യൂ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും സിനിമ കാണാൻ പോകുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സിനിമ കണ്ടവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ദിലീപിന്റെ സിനിമയല്ല, ഒരു കൂട്ടം ആളുകളുടെ സിനിമയാണ്. അവരുടെ സ്വപ്നമാണ്, അധ്വാനമാണ്, വിയർപ്പാണ്. അത് നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയുക, ചീത്ത ആണെങ്കിൽ ഒരു മടി വിചാരിക്കേണ്ട. ചീത്തതെന്ന് പറഞ്ഞാൽ ആരൊന്നും പറയില്ല. അപ്പോൾ ഡീഗ്രേഡിങ് മാത്രം ഒന്ന് ഒഴിവാക്കുക. ഈ ഒരു കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ എന്തായാലും സിനിമക്ക് പോകുന്നുണ്ട്. സിനിമ കണ്ടതിന് ശേഷം എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു ദിവസം മറ്റു വീഡിയോ കേൾക്കണം. ബൈ ബൈ.